പ്രിയമുള്ള ദാറുസുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലേക്ക് എന്നെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചത് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവർകൾ അതുപോലെ തന്നെ വലിയ പ്രഗത്ഭരൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഏതായാലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന വിഷയം തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി ഇല്ലാതെ ഈ സിസ്റ്റത്തിന്, ജൈവ വ്യവസ്ഥയ്ക്ക് തന്നെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ബയോസിസ്റ്റം എന്ന് നാം പറയുന്ന ഈ ജീവ വ്യവസ്ഥയാണ് മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം. പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ഒരുക്കി തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ പ്രഭാഷണത്തിലേക്ക് ശ്രവിക്കാനുള്ള ഒരവസരം ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാലാവസ്ഥയും പരിസ്ഥിതിയും എന്നാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം. എന്തായാലും വളരെ കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തിൽ രണ്ട് വാക്ക് എൻ്റെ അറിവിൽ നിന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലമായി നാം കേൾക്കുന്ന ഒരു പദമാണ് കാലാവസ്ഥാ വ്യതിയാനം. അതായത് നമ്മുടെ പൂർവികരിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത കാലത്തായി നമ്മുടെ ജൈവ വ്യവസ്ഥയിൽ അഥവാ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിലും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് വരെ ഭീഷണിയാവുന്ന തരത്തിൽ അത് ഭൂലോകത്തെ എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. വിവിധ രാജ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വരുന്നത്. പ്രത്യേകിച്ചും വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്ന ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ, വ്യവസായവൽക്കരണത്തിലും നഗരവൽക്കരണത്തിലും വളരെ മുന്നേറിയ രാജ്യങ്ങൾ, ഇവരൊക്കെയാണ് കൂടുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആഗോള വ്യവസ്ഥകളെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ UN ക്ലൈമാറ്റിക് കോൺഫറൻസുകൾ, കാലാവസ്ഥ സംബന്ധിച്ച സമ്മേളനങ്ങൾ ഇടയ്ക്കിടെ ചേരാറുണ്ട്. ഇതിനായി ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് IPCC എന്നൊരു വിഭാഗം തന്നെ UN കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് നമ്മുടെ പരിസ്ഥിതി വലിയ ഭീഷണി നേരിടുകയാണ്. ഓരോ വർഷവും 2 ഡിഗ്രി സെൽഷ്യസോളം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് കുറച്ച് പഴയ അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ നാം പല നിയന്ത്രണങ്ങളും നമ്മുടെ നിലവിലുള്ള സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും വരുത്തേണ്ടിയിരിക്കുന്നു. അതായത് നിലവിൽ നമ്മൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അഥവാ ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കാനും കുറച്ച് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി ബ്രിട്ടനിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെയധികം മാലിന്യം നാം അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നുണ്ട്. അതിൻ്റെ ഫലമായി നമ്മളെ സൂര്യനിൽ നിന്ന് ഭൂമിയിലെ മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു ഓസോൺ ലെയർ എന്ന് പറയുന്ന ഒരു ഓസോണിൻ്റെ പാളിയുണ്ട്. ഈ പാളി ദ്വാരം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിലേക്ക്, ഈ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളുടെയും ശരീരത്തിലേക്ക് നേരിട്ടടിക്കുകയും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ പലവിധ രോഗങ്ങളായിട്ടും പല കൃഷിക്കും മറ്റും
ദോഷകരമായിട്ടും ഭവിക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശങ്ങൾ കടൽ വിഴുങ്ങുന്നു എന്നുള്ളതാണ്. ലണ്ടൻ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ ടോക്കിയോ പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ, തീരനഗരങ്ങളൊക്കെ വർഷം 1 മീറ്റർ എന്ന രീതിയിൽ അത് കടലിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഉള്ള മഞ്ഞുപാളികൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം, അത് ആ കനത്ത താപവർദ്ധനവ് മൂലം അന്തരീക്ഷത്തിലെ താപം കൂടി ഐസ് കട്ടകൾ, അഥവാ മഞ്ഞുകട്ടകൾ ഉരുകുകയും കടലിലെ ജലം പതുക്കെ ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് വലിയ പരിസ്ഥിതി പ്രശ്നം തന്നെയാണ്. ഇത് വളരെ 50 വർഷമായി നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോൾ, അഥവാ ജപ്പാനിലെ ക്യോട്ടോ നഗരത്തിൽ ചേർന്ന അന്താരാഷ്ട്ര രാജ്യങ്ങളിലെ മുഴുവൻ ഒരു സമ്മേളനം ചേരുകയുണ്ടായി. അതിനുശേഷം പാരീസ് ഉടമ്പടി ഉണ്ടായി. പാരീസ് ഉടമ്പടിയിലും അതായത് ഗവൺമെൻറ്റുകൾ നമ്മുടെ ഈ പരിസ്ഥിതി നാശത്തിന് അഥവാ കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിനെക്കുറിച്ച് കരാറുകൾ ഒപ്പുവെക്കുകയുണ്ടായി. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഏറ്റവും വലിയ ഓസോൺ ലെയറിനെ ബാധിക്കുന്ന ഹരിതഗൃഹവാതങ്ങൾ പുറന്തള്ളുന്നു എന്ന് പറയുന്ന അമേരിക്ക, അതായത് ഐക്യനാടുകൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇതിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം പാരീസ് ഉടമ്പടി തന്നെ ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞത്. സത്യത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂമിക്ക് ദോഷം വരുത്തുന്ന സംവിധാനങ്ങൾ, വ്യവസായവൽക്കരണവും മറ്റും കൊണ്ട് നമുക്ക് ദോഷം വരുത്തുന്നത്. ആ രാജ്യം തന്നെ ഇതിൽ നിന്ന് പിൻവാലുക എന്ന് വെച്ചാൽ അവർ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല, ലോകം എങ്ങനെയും പോട്ടെ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ചൈന, ജപ്പാൻ,